നമസ്തേ. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. മലപ്പുറത്ത് ലഹരി കുത്തിവെച്ച സിറിഞ്ചിലൂടെ HIV ബാധ. വളാഞ്ചേരിയിൽ 9 പേർക്ക് രോഗം. കൂടുതൽ പരിശോധനകളുമായി ആരോഗ്യവകുപ്പ്. കലക്ടറേറ്റിൽ പ്രത്യേക യോഗം വിളിച്ച് DMO. ഇതര സംസ്ഥാന മുസ്ലിങ്ങളെ കരുവാക്കി രോഷ്നി ഇസ്ലാമി മിലൻ. ആഭ്യന്തര വകുപ്പിന്റെ കണ്ണ് വെട്ടിച്ച് ജിഹാദി പ്രവർത്തനങ്ങൾക്ക് നീക്കം. സംഗമത്തിൽ ബംഗ്ലാദേശികളും. ജനം ബ്രേക്കിംഗ്. കേരളത്തിൽ ശതാബ്ദി പൂർത്തീകരണത്തിനൊരുങ്ങി RSS. മണ്ഡല കേന്ദ്രങ്ങളിലും പ്രാദേശികമായും ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കും. ആഘോഷം 2026 വിജയദശമി വരെ നീണ്ടു നിൽക്കുമെന്ന് ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ. കേരളത്തിന് വീണ്ടും വാരിക്കോരി. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കൂടുതൽ കേന്ദ്ര സഹായം. ദുരന്തബാധിതരുടെ സംരക്ഷണ കേന്ദ്രങ്ങൾക്ക് 28 കോടി രൂപ അനുവദിച്ചു. വിശ്വാസം പറഞ്ഞ് മതവൈരം ആളിക്കത്തിക്കാൻ അബ്ദുള്ള. മമ്മൂട്ടിയുടെ പേരിലെ ക്ഷേത്ര വഴിപാടിലെ വിവാദ പരാമർശത്തിൽ പിന്നോട്ടില്ല. ഇസ്ലാം മതാചാരപ്രകാരം തെറ്റെന്ന സമസ്ത. ലാൽ മമ്മൂട്ടി സൗഹൃദം ഇടുങ്ങിയ ചിന്താഗതിക്കാർക്ക് മനസ്സിലാകില്ലെന്ന് ജാവേദ് അക്തർ. റാങ്കിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കൽ വൈകാതെ. പഠിക്കാൻ ആഭ്യന്തര സെക്രട്ടറി ചെയർമാനായി 12 അംഗ വർക്കിംഗ് ഗ്രൂപ്പ്. സമിതി രൂപീകരണം ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെ. ജനം ബ്രേക്കിംഗ്. കരുനാഗപ്പള്ളിയിൽ യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ ഒരാൾ പിടിയിൽ. കൊലയാളി സംഘത്തിൽ 4 പേരെന്ന് പോലീസ്. മുൻ വൈരാഗ്യമെന്ന സൂചന. പാലക്കാട് മുണ്ടൂരിൽ യുവാവിനെ തലക്കടിച്ചു കൊന്ന അയൽവാസി. വീട്ടിലെ പ്രസവങ്ങളിൽ ഗത്യന്തരമില്ലാതെ ഇടപെടൽ. വിമർശനങ്ങൾക്കൊടുവിൽ മൗനം വെടിഞ്ഞ പോലീസും ആരോഗ്യവകുപ്പും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അന്വേഷണത്തിന് സ്പെഷ്യൽ ബ്രാഞ്ച്. ജനം ഇമ്പാക്ട്. ബംഗ്ലാദേശ് വിമോചന ദിനത്തിൽ ചരിത്രം ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിമോചന പോരാട്ടങ്ങൾ മറക്കരുതെന്ന് മുഹമ്മദ് യൂനുസിന് ആശംസാക്കത്ത്. ബിംസ്റ്റെക് ഉച്ചകോടിയിൽ മോദിക്കൊപ്പം യൂനുസും പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ HIV ബാധ. വളാഞ്ചേരിയിൽ 9 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. സൂചിയിൽ ലഹരി നിറച്ച് ഉപയോഗിക്കുന്നതിനിടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യവകുപ്പും കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചു. സ്ഥിതി വിലയിരുത്താൻ മലപ്പുറം ജില്ലാ കലക്ടറേറ്റിൽ DMOയുടെ നേതൃത്വത്തിൽ യോഗം ചേരും. HIV ഭാഗം HIV സ്ക്രീനിങ്ങിന് വേണ്ടി കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ഹൈ റിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ, പ്രത്യേകിച്ച് ഇതുപോലെ IV ഡ്രഗ് യൂസേഴ്സ്, അതുപോലെ സെക്സ് വർക്കേഴ്സ്, അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുണ്ട്. കാരണം HIV ഉണ്ടോ എന്നുള്ളതിന് ഇത് വേണ്ടിയിട്ട് നടത്തുന്നൊരു സർവേയാണത്. അപ്പോൾ ഇവരെ അടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ HIV സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചെയ്തപ്പോൾ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തുകയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൗൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായപ്പോഴാണ് ഇങ്ങനെ അവർക്ക് HIV പോസിറ്റീവ് വന്ന് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഈ കഴിഞ്ഞ 2 മാസമായിട്ട് നമുക്ക് ഒരു 10 പേരെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇതിപ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇപ്പോൾ വളാഞ്ചേരിയിലെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
അപ്പോൾ ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒരു HIV പേഷ്യൻ്റ് പോസിറ്റീവായിട്ടുള്ള ഒരാൾ ഉപയോഗിച്ച നീഡിലും മറ്റുള്ളവരിലും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് ഡ്രഗ് അബ്യൂസേഴ്സ് എന്തെങ്കിലും അവരത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിൻ്റെ ഒപ്പം തന്നെ HIV പോസിറ്റീവായിട്ടുള്ള ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് HIV ആക്ട് വളരെ ശക്തമായിട്ടൊരു ആക്ട് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവരെ നമ്മൾ സ്ക്രീൻ ചെയ്ത് കൗൺസിലിംഗ് നടത്തി അവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരണം. മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പോലും നമ്മൾ ഇവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടേ നമുക്കവരെ ടെസ്റ്റിങ്ങിന് പോലും കൊണ്ടുവരാനായിട്ട് കഴിയുള്ളൂ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ലഹരി ഉപയോഗം അത് തെറ്റാണ്. ഒരേ സിറിഞ്ച് കൂടുതൽ പേർ ഉപയോഗിക്കുന്നതും തെറ്റാണ്. ഈ ഒരു വിപത്തിനെ എങ്ങനെ മറികടക്കാനാണ് ജില്ലാ ആരോഗ്യ വകുപ്പ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അനിൽ നമ്പ്യാർ, ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. രാസലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിൽ HIV ബാധ പടരുന്നു എന്നതാണ് ഏറെ ഗൗരവമുള്ള ഒരു വിഷയം. ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. മലപ്പുറത്ത് മാത്രം ഇത്തരത്തിൽ 10 പേർക്കാണ് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിൽ തന്നെ വളാഞ്ചേരിയിലാണ് ഇത്തരത്തിൽ രോഗബാധ ഏറ്റവും കൂടുതൽ ഉള്ളത്. 3 ഇതര സംസ്ഥാന തൊഴിലാളികളും ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മലയാളികളാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നേരത്തെ ഒരാൾക്കായി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമിക പരിശോധന നൽകിയിരുന്നത്. പിന്നീട് അയാൾക്ക് ഈ രോഗം സ്ഥിരീകരിച്ചു. ഇയാളെ ചോദ്യം ചെയ്തതിലൂടെയും ഇയാൾ ഉപയോഗിച്ച ഈ സൂചി മറ്റുള്ളവർ ഉപയോഗിച്ചു എന്നത് കൃത്യമായി തന്നെ മനസ്സിലാക്കി ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ബാക്കിയുള്ള ആളുകൾക്ക് മറ്റു 9 പേർക്കും ഇത്തരത്തിൽ HIV ബാധ പടർന്നിട്ടുണ്ട് അല്ലെങ്കിൽ പകർന്നിട്ടുണ്ട് എന്നത് വ്യക്തമായിരിക്കുന്നത്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളും ഇതിന്റെ ചികിത്സ അടക്കമുള്ള മറ്റ് തുടർ നടപടികളും എല്ലാം തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. പ്രത്യേകിച്ച് ലൈംഗിക തൊഴിലാളികളും അതോടൊപ്പം തന്നെ മറ്റ് ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും എല്ലാം തന്നെ ഈ രീതിയിൽ പരിശോധന നടത്തേണ്ടത് ആവശ്യമാണ്. ആരൊക്കെ ഇത്തരത്തിൽ സൂചി ഉപയോഗിച്ച് ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നത് കണ്ടെത്തുക എന്നുള്ളത് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ഇത് മറ്റു ചില വകുപ്പുകൾ കൂടി ഏകോപിപ്പിച്ച് മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നതാണ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. പ്രത്യേകിച്ച് പോലീസിന്റെയും അതോടൊപ്പം തന്നെ എക്സൈസിന്റെയും എല്ലാം തന്നെ സഹകരണവും അവരുടെ സഹായവും എല്ലാം തന്നെ ഈ വിഷയത്തിൽ വേണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നിലവിൽ 10 പേരും ഇപ്പോൾ സ്ഥിരീകരിച്ച 10 പേരും പ്രത്യേകം നിരീക്ഷണത്തിൽ തന്നെയാണ് ഉള്ളത്. അവർക്ക് വേണ്ട ചികിത്സ നടപടികളെല്ലാം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റിടങ്ങളിലും ഇത് ഒരു ഭാഗത്ത് മാത്രമാണ് ഈ ഒരു 10 പേർക്ക് HIV ബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ഇടങ്ങളിൽ ഉള്ള പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ സൂചി ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗം വ്യാപകമായി തന്നെ തുടരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു കൂട്ടമായി തന്നെയാണ് ഈ രീതിയിൽ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നത്. എക്സൈസിന്റെ തന്നെ സർവേയിൽ 80% പേർ ഇങ്ങനെ കൂട്ടായ്മയിലൂടെയാണ് അല്ലെങ്കിൽ കൂട്ടായിട്ടാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ കൂട്ടായി ഉപയോഗിക്കുന്ന ആളുകളിലാണ്, സിറിഞ്ച് ഉപയോഗിക്കുന്ന ആളുകളിലാണ് ഈ രീതിയിൽ HIV വ്യാപിച്ചതായി കണ്ടെത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് ഗൗരവമുള്ള ഒരു വാർത്ത തന്നെയാണ്. ആരോഗ്യവകുപ്പ് വളരെ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള യോഗങ്ങളും വരും ദിവസങ്ങളിൽ മലപ്പുറത്ത് ചേരും. DMO കൃത്യമായി തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന 10 പേരും നിരീക്ഷണത്തിൽ കഴിയുകയാണ്. അനിൽ, മലപ്പുറത്ത് ശരീരത്തിൽ ലഹരി കുത്തിവെക്കാൻ ഉപയോഗിച്ച സിറിഞ്ചിലൂടെ HIV ബാധ വളാഞ്ചേരിയിൽ 10 പേർക്ക് രോഗബാധ റിപ്പോർട്ട് ചെയ്തതായാണ് വിവരം. സൂചിയിൽ ലഹരി നിറച്ച് ഉപയോഗിക്കുന്നതിനിടെയാണ് രോഗബാധ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യ വകുപ്പ് കൂടുതൽ പരിശോധനകൾ ആരംഭിച്ചിട്ടുണ്ട്. സ്ഥിതി വിലയിരുത്താൻ മലപ്പുറം ജില്ലാ കളക്ടറേറ്റിൽ DMOയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും. ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം പൊന്നാനിയിൽ കടക്കാരന് നേരെ ലഹരി സംഘത്തിൻ്റെ ആക്രമണം. പ്രായപൂർത്തിയാവാത്ത ഒരാളടക്കം 3 പേരെ പോലീസ് പിടികൂടി. സാധനങ്ങൾ വാങ്ങി പണം നൽകാത്തത് ചോദ്യം ചെയ്തതിനാണ് മധ്യവയസ്കനെ ലഹരി സംഘം ആക്രമിച്ചത്. ശിവദാസ് വീണ്ടും ചേരുന്നു. ശിവദാസ്, വിശദാംശങ്ങൾ. അനിൽ നമ്പ്യാർ, ഇന്നലെ രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. മലപ്പുറം പൊന്നാനിയിലാണ് ഇത്തരത്തിൽ കച്ചവടക്കാരനെ ലഹരി സംഘം ആക്രമിച്ചത്. അതായത് ഈ കടയിൽ നിന്നും ഇവർ സാധനങ്ങൾ വാങ്ങിയിരുന്നു. പക്ഷെ പിന്നീട് ഇവർ ഈ സാധനങ്ങൾ വാങ്ങിയപ്പോൾ അതിന്റെ പണം നൽകിയിരുന്നില്ല. ഇത് ചോദ്യം ചെയ്യുകയാണ് ഈ കടക്കാരൻ ചെയ്തത്. സ്വാഭാവികമായും കടയിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ പണം നൽകേണ്ടതാണ്. ഈ കാര്യം തന്നെ അയാൾ നൽകാതിരുന്നപ്പോൾ ചോദ്യം ചെയ്തു. പക്ഷേ ഈ കടക്കാരനെ ഈ സംഘം ആക്രമിക്കുകയാണ് ചെയ്തത്. 3 പേരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ഇവർ മദ്യവും അതോടൊപ്പം തന്നെ മറ്റ് കഞ്ചാവും അടക്കമുള്ള ലഹരി ഉപയോഗിച്ചിരുന്നു എന്നാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന
വിവരം ഇവർ കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് ഇവരെ തടഞ്ഞു നിർത്തിയത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു ആക്രമണം ഈ കടക്കാരന് നേരെ ഉണ്ടാകുമായിരുന്നു. പിന്നീട് പൊന്നാനി പോലീസ് എത്തി ഈ 3 പേരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ 2 പേർ പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഉണ്ട്. ഒരാൾ പ്രായപൂർത്തി ആകാത്ത വ്യക്തി കൂടിയാണ് അനിൽ. മലപ്പുറം പൊന്നാനിയിൽ കടക്കാരന് നേരെ ലഹരി സംഘത്തിന്റെ ആക്രമണം. പ്രായപൂർത്തിയാവാത്ത ഒരാളടക്കം 3 പേരെ പോലീസ് പിടികൂടി. ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം വർക്കല പാപനാശം തീരത്തെ കുറ്റിക്കാടുകൾ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമാകുന്നു. മാരക ലഹരി മരുന്നിന്റെ ഉപയോഗം ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതായാണ് പരാതി. സ്കൂൾ യൂണിഫോമിൽ വിദ്യാർത്ഥികൾ ഇവിടെ എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രമായ വർക്കല പാപനാശം തീരത്തെ കൈതക്കാടുകളാണ് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാകുന്നത്. പാപനാശം മുതൽ ആലിയിറക്കം വരെ നീളുന്ന കടൽ തീരത്ത് ക്ലിഫുകളുടെ താഴ്വാരത്താണ് ഈ കൈതക്കാടുകൾ. ചെറിയ വഴികളിലൂടെ കാടിനുള്ളിലേക്ക് കടക്കുമ്പോൾ പിന്നീട് തുറസായ പ്രദേശമാണ്. ചുറ്റിനും കാടായതിനാൽ പെട്ടെന്ന് ആളുകളുടെ ശ്രദ്ധയും ഉണ്ടാകില്ല. മാരക ലഹരി മരുന്ന് ഉപയോഗത്തിനൊപ്പം അനാശാസ്യ പ്രവർത്തനങ്ങളും നടക്കുന്നതായി നാട്ടുകാരുടെ പരാതിയുണ്ട്. സ്കൂൾ യൂണിഫോമിൽ ഉൾപ്പെടെ പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവരികയാണ്. വളരെ ചെറിയ പയ്യന്മാരും വളരെ ചെറിയ കുട്ടികളാണ് ഇവിടെ എത്തുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇതിനകത്ത് ലഹരി വൻതോതിൽ ഉപയോഗിക്കപ്പെടുന്നതായിട്ട് നമുക്കിവിടെ നന്നായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് കയറിയ സിറിഞ്ച് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് യാതൊരു രീതിയിലുള്ള സുരക്ഷയും ഇവിടെ ഇല്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ മുനിസിപ്പാലിറ്റിയോ ബന്ധപ്പെട്ട നമ്മുടെ ടൂറിസം വകുപ്പോ ഒന്നും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കൂൾ യൂണിഫോമിലെത്തുന്ന വിദ്യാർത്ഥികൾ മണിക്കൂറുകളോളം തമ്പടിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് സിറിഞ്ചുകളും മദ്യക്കുപ്പികളും ഗർഭനിരോധന ഉറകളൊക്കെ കണ്ടെത്തിയിട്ടുമുണ്ട്. വർക്കലയ്ക്ക് പുറത്തുനിന്നുള്ള വിദ്യാലയങ്ങളിലെ കുട്ടികളും ഇവിടെ എത്തുന്നുണ്ട്. വലിയ ഗുഹ പോലെയൊക്കെ ഉള്ള ഈ വെളിച്ചം പോലും കയറാത്ത രീതിയിൽ ആണ് ഇതിൻ്റെ അകത്തുള്ള സൗകര്യങ്ങൾ. ഇത് കിടക്കാനുള്ള സംഭവങ്ങളും എല്ലാം കൊണ്ടുവന്ന് ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് മദ്യപാനം, അതിൻ്റെ കുപ്പികൾ, അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്നതിൻ്റെ മറ്റ് പല സാധനങ്ങളൊക്കെ ഇതിനകത്ത് കാണാം. അപ്പോൾ ഇത് യാതൊരു രീതിയിലും അധികാരികൾ ഇതിനെതിരെ ഒരു ചെക്കിങ്ങോ അല്ലെങ്കിൽ ഒരു പരിശോധനയോ ഒന്നും നടത്താത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. അപ്പോൾ വൈകുന്നേരങ്ങളിലാകുമ്പോൾ വിനോദസഞ്ചാരികളും മറ്റുമൊക്കെ വരും. പക്ഷേ രാവിലെ മുതൽ ഒരു 10 മണി മുതൽ ഒരു ഉച്ച ഒരു 2-3 മണി വരെ ഇവിടെ വലിയ ആളനക്കം ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ. പക്ഷേ അതേ ഒരു സമയം തന്നെ ഇവർ തിരഞ്ഞെടുത്തുകൊണ്ട് ഇവർ ചെറിയ പെൺകുട്ടികൾ ഉൾപ്പെടെ പയ്യന്മാരുൾപ്പെടെ ഇവിടെ വന്നിട്ട് ഇവിടെ മണിക്കൂറുകൾ ഇവിടെ ചെലവഴിച്ചിട്ട് പോകുന്ന ഒരു കണ്ടീഷനാണ് ഉള്ളത്. ലഹരിമരുന്ന് ഉപയോഗത്തിന് പിന്നാലെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടും ഈ പ്രദേശത്ത് പോലീസിന്റെ നിരീക്ഷണം കുറഞ്ഞെന്നാണ് ആക്ഷേപം. കാടിനുള്ളിലേക്ക് പോലീസ് തിരിഞ്ഞു നോക്കാറില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തീരത്തെ കൈതക്കാടുകൾ നീക്കം ചെയ്ത് സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയാൻ പോലീസും നഗരസഭയും അടിയന്തരമായി ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ജനം, തിരുവനന്തപുരം. MDMA വാങ്ങാൻ പണം നൽകാത്തതിന് മാതാപിതാക്കളെ ആക്രമിച്ച് യുവാവ്. മലപ്പുറം താനൂരിലാണ് സംഭവം. നാട്ടുകാർ കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് യുവാവിൻ്റെ പരാക്രമം അവസാനിച്ചത്. ശിവദാസ് കർമ്മനം ചേരുന്നു. ശിവദാസ്, വിശദാംശങ്ങൾ. MDMA വാങ്ങാൻ പണം നൽകാത്തതിന് മാതാപിതാക്കളെ ആക്രമിച്ച യുവാവ്. മലപ്പുറം താനൂരിലാണ് സംഭവം. നാട്ടുകാർ കൈകാലുകൾ കെട്ടിയിട്ട ശേഷമാണ് യുവാവിൻ്റെ പരാക്രമം അവസാനിച്ചത്. മറ്റു വാർത്തകൾ നോക്കാം. റാഗിംഗ് വിരുദ്ധ നിയമം പരിഷ്കരിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിച്ചു. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി, 12-അംഗ വർക്കിംഗ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ. വകുപ്പ് സെക്രട്ടറിമാരും സർവകലാശാല പ്രതിനിധികളും മാനസികാരോഗ്യ വിദഗ്ധരും സമിതിയിലുണ്ട്. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് സമിതി രൂപീകരിച്ചത്. ജനം ബ്രേക്കിംഗ്. 1998 പാസാക്കിയ കേരള റാഗിംഗ് നിരോധന നിയമത്തിൽ ഭേദഗതികൾ ആവശ്യമാണോ എന്നതാണ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ പരിഗണനാ വിഷയം. കാലോചിതമായ മാറ്റങ്ങൾ ആവശ്യമെങ്കിൽ കരട് ചട്ടങ്ങളും തയ്യാറാക്കണം. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയാണ് 12-അംഗ വർക്കിംഗ് ഗ്രൂപ്പിന്റെ ചെയർമാൻ. ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യനീതി, നിയമം വകുപ്പ് സെക്രട്ടറിമാരോ പ്രതിനിധികളോ സമിതിയിലുണ്ടാകും. സർവകലാശാല പ്രതിനിധികളും നിയമ മാനസിക ആരോഗ്യ വിദഗ്ധന്മാരും പോലീസ് മേധാവി നിർദ്ദേശിക്കുന്ന ഒരാളും സമിതിയിൽ അംഗങ്ങളാണ്. സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ ക്രൂരപീഡനങ്ങൾക്കിരയാകുന്നത് വ്യാപകമായ സാഹചര്യത്തിലാണ് വിഷയത്തിൽ ഹൈക്കോടതി ഇടപെട്ടത്. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കവെയാണ് വർക്കിംഗ് ഗ്രൂപ്പ് രൂപീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകിയത്. ഹർജിയിൽ UGCയെ കക്ഷിചേർത്ത കോടതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനടക്കം നോട്ടീസും അയച്ചിട്ടുണ്ട്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ആശാപ്രവർത്തകർക്ക് പ്രതിമാസം 7,000 രൂപ അധികമായി നൽകാൻ BJP ഭരിക്കുന്ന പാലാ മുത്തോലി പഞ്ചായത്തിൻ്റെ തീരുമാനം. 2025-26 ബജറ്റിലാണ് നിർണായക പ്രഖ്യാപനം. ആശമാർക്ക് മാത്രമായി ബജറ്റിൽ മാറ്റിവെച്ചത് 12 ലക്ഷം രൂപയാണ്.
സർക്കാർ കൊടുക്കുന്ന വേതനത്തിന് തുല്യ തുക നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനമെന്ന് മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് അറിയിച്ചു. മിഥുൻ അയ്യപ്പൻ ചേരുന്നു. മിഥുൻ, എന്തായാലും ആ ഭാഗത്തെ ആശാ വർക്കർമാർക്ക് വലിയൊരു ആശ്വാസമാണ് മുത്തോലി പഞ്ചായത്തിൻ്റെ തീരുമാനം. എന്താണ് വിശദാംശങ്ങൾ? ആശാപ്രവർത്തകർ കഴിഞ്ഞ ഏതാനും ഒരു മാസത്തിലധികമായി ഉന്നയിക്കുന്ന പ്രശ്നത്തിന് പരിഹാരമായോ എന്ന് ചോദിച്ചാൽ ഇല്ലെങ്കിൽ പോലും പ്രാദേശികമായി ഇത്തരത്തിലുള്ള ഇടപെടലുകൾ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു നടപടി തന്നെയാണ് ഇപ്പോൾ മുത്തോലി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. നിർണായകമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. 2025-26 ബജറ്റിൽ ഇത്തരത്തിൽ ആശാ പ്രവർത്തകർക്ക് പ്രതിമാസം 7,000 രൂപ അധികമായി നൽകാൻ പാലാ മുത്തോലി പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുകയാണ്. BJP ഭരിക്കുന്ന പാലാ പഞ്ചായത്തിന്റേതാണ് ഇത്തരത്തിൽ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. സർക്കാർ നൽകുന്ന വേതനത്തിന് തുല്യമായിട്ടുള്ള തുക നൽകാനാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് മീനാഭവൻ അത്തരത്തിലാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ആശാ വർക്കർമാർക്ക് മാത്രമായി ബജറ്റിൽ 12 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു വർഷം ആശാ പ്രവർത്തകർക്ക് അധികമായി ലഭിക്കുന്നത് ഈ നടപടിയിലൂടെ 84,000 രൂപയാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം കൂട്ടിച്ചേർത്തിരിക്കുന്നു. ഏതായാലും വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടി ഇപ്പോൾ മുത്തോലി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുകയാണ്. ഈ പ്രദേശത്തെ ഈ പഞ്ചായത്തിന് കീഴിലുള്ള പ്രവർത്തിക്കുന്ന ആശാ പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ആശ്വാസമായിരിക്കുകയാണ്. അവരുടെ പ്രശ്നങ്ങൾക്ക് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചിരിക്കുന്നു മുത്തോലി പഞ്ചായത്തിലെങ്കിലും ഈ നടപടിയിലൂടെ. അനിൽ. മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് സംസാരിച്ചിട്ടുണ്ട്, അതുകൂടി കേൾക്കാം. മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് അവതരണത്തിൽ ആശാ വർക്കർമാർക്ക് 12 ലക്ഷം രൂപയാണ് വകയിരുത്തിയത്. ഒരു ആശാ വർക്കറിന് ഒരു വർഷം ഏതാണ്ട് 84,000 രൂപയാണ് നൽകാൻ ബഡ്ജറ്റിൽ വകവെച്ചിരിക്കുന്നത്. കാരണം പണിയെടുക്കുന്നവർക്ക് കാശ് കൊടുക്കണം, അത് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. ഇന്ന് 7,000 രൂപ ഓണററിയും അതുപോലെ ഇൻസെന്റീവും ഒക്കെ ആയിട്ട് അവർക്ക് 10,000 രൂപയോളോ അല്ലെ 12,000 രൂപയോളാണ് അവർക്ക് ലഭിക്കുന്നത്. പക്ഷെ അവർക്ക് 7,000 രൂപയെ എല്ലാ മാസവും കയ്യിൽ ഓണററിയായി കിട്ടാറുള്ളൂ. ധാരാളം ജോലികൾ, അതായത് കൊറോണ കാലത്തും കോവിഡ് കാലത്തും ഒക്കെ അവരുടെ ആരോഗ്യം പോലും അല്ലെ അവരുടെ ജീവൻ പോലും പണയം വെച്ച് പണിയെടുത്ത ഒരു മേഖലയിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ് അവർ. തീർച്ചയായിട്ടും മുത്തോലി പഞ്ചായത്തിലെ ബഡ്ജറ്റിൽ ഒരു മാസം ഒരു ആശാ വർക്കറിന് 7,000 രൂപ അധിക വേതനം നൽകാൻ ബഡ്ജറ്റിൽ വകവൊളിച്ചിരിക്കുകയാണ്. അത് അവർക്ക് ഔദാര്യമല്ല, അവരുടെ അവകാശമാണ്. അവരോടൊപ്പമാണ് മുത്തോലി ഗ്രാമപഞ്ചായത്ത്. ആശാവർക്കർമാർക്ക് BJP ഭരിക്കുന്ന പാലാ മുത്തോലി ഗ്രാമപഞ്ചായത്തിൻ്റെ ആശ്വാസം. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകിയത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പഴയ പേഴ്സണൽ സ്റ്റാഫിന് ശമ്പള പരിഷ്കരണ കുടിശ്ശിക കൊടുത്ത് തീർത്ത് സർക്കാർ. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിരുന്നപ്പോഴാണ് തുക അനുവദിച്ചത്. ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് അനുവദിച്ചാണ് രാഷ്ട്രീയ നിയമനത്തിലൂടെ എത്തിയ ഇഷ്ടക്കാർക്ക് പണം നൽകുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ മൗനം തുടരുന്നതിനിടയിലാണ് നടപടി. പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തിയതോടെ VS അച്യുതാനന്ദനെ ഒതുക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥാനമായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ. കോടികൾ ചിലവഴിച്ചെങ്കിലും ഭരണത്തിൽ കാര്യമായ പരിഷ്കാരമൊന്നുമില്ലാതെ ഭരണപരിഷ്കാര കമ്മീഷൻ വെറും നോക്കുകുത്തിയായി. അച്യുതാനന്ദൻ ചെയർമാനായിരുന്ന കാലത്ത് കൂടെയുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കാണ് ഇപ്പോൾ ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിച്ചിരിക്കുന്നത്. 8.64 ലക്ഷം രൂപയാണ് ശമ്പള പരിഷ്കരണ കുടിശ്ശികയായി നൽകിയത്. പണം നൽകാൻ ട്രഷറി നിയന്ത്രണത്തിൽ ഇളവും വരുത്തി. കുടിശ്ശിക അനുവദിച്ചത് പേഴ്സണൽ സ്റ്റാഫിൽ രാഷ്ട്രീയ നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ കയറിക്കൂടിയവർക്കും. 11ാം ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ 4 ഗഡു സർക്കാർ ജീവനക്കാർക്ക് ഇതുവരെയും കൊടുത്തു തീർത്തിട്ടില്ല. ഏപ്രിലിൽ 2 ഗഡു PF ലയിപ്പിക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപനമുണ്ടെങ്കിലും അന്തിമ തീരുമാനമെടുക്കാതെ സർക്കാർ ഒളിച്ചുകളി തുടരുകയാണ്. അപ്പോഴാണ് രാഷ്ട്രീയ നിയമനം വഴി പേഴ്സണൽ സ്റ്റാഫിലെത്തിയവർക്ക് നൽകേണ്ടതെല്ലാം നൽകുന്നത്. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം. ദേശാഭിമാനി പത്രത്തെ പുകഴ്ത്തിയും മറ്റ് മാധ്യമങ്ങളെ അതിരൂക്ഷ ഭാഷയിൽ വിമർശിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാം വട്ടവും ഇടതുപക്ഷം അധികാരത്തിൽ വരുമെന്ന പ്രതീതിയുണ്ടായതോടെ മാധ്യമങ്ങൾ സർക്കാരിനെതിരെ തിരിഞ്ഞെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദേശാഭിമാനി മാധ്യമരംഗത്ത് വേറിട്ട ശബ്ദമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അതേസമയം ലഹരിക്കെതിരെ നല്ല പോരാട്ടമാണ് മാധ്യമങ്ങൾ നടത്തുന്നതെങ്കിലും കളമശ്ശേരിയിലെ കഞ്ചാവ് കേസിൽ കുട്ടികളുടെ രാഷ്ട്രീയമാണ്
മാധ്യമങ്ങൾ തെരഞ്ഞതെന്നും മുഖ്യമന്ത്രി കോഴിക്കോട് പറഞ്ഞു. അപ്പോൾ മാധ്യമങ്ങൾ കോർപ്പറേറ്റ് ശൃംഖലയുടെ ഭാഗമാകുമ്പോൾ സംസ്ഥാന താൽപ്പര്യവും ജനതാൽപ്പര്യവും ഹരിക്കപ്പെടുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് 3ാം വട്ടവും ഭരണം ലഭിക്കുമെന്ന പൊതുവായ പ്രതീക്ഷ ജനങ്ങളിലാകെ ഉയർന്നു വന്നിട്ടുണ്ട്. അതോടെ ചില മാധ്യമങ്ങൾ വല്ലാതെ പരിഭ്രാന്തിയിലാവുകയും അവർ അധാർമികതയുടെ ഏതറ്റത്തേക്കും സഞ്ചരിക്കും എന്ന നിലയും ഉണ്ടാവുകയാണ്. ഒരു സംഭവമാണ് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് കളമശ്ശേരി പോളിടെക്നിക്കിൽ വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുന്നു. അത് സ്വാഭാവികമായി നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ മാധ്യമങ്ങൾ ചിലത് ആ കുട്ടികളുടെ രാഷ്ട്രീയം അന്വേഷിക്കാൻ പുറപ്പെട്ടു. കേരളത്തിൽ മണ്ഡല കേന്ദ്രങ്ങളിലും പ്രാദേശികമായും വിപുലമായ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി RSS. ശതാബ്ദി വർഷത്തിൽ കേരളത്തിൽ 2026 വിജയദശമി വരെ നീണ്ടുനിൽക്കുന്ന പരിപാടിയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് RSS ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, ദക്ഷിണ കേരള പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ എന്നിവ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കേരളത്തിലും RSS ശാഖകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും ഇരുവരും അറിയിച്ചു. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് കിരൺ ചേരുന്നു. കിരൺ, എന്തായാലും വിപുലമായ പരിപാടികളാണ് കേരളത്തിലെ RSS ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ കിരൺ? അനിൽ നമ്പ്യാർ, ഈ മാസം നടന്ന കർണാടകയിൽ വെച്ച് നടന്നിട്ടുള്ള RSSന്റെ അഖില ഭാരതീയ പ്രതിനിധി സഭയുടെ തീരുമാനങ്ങൾ വിശദീകരിക്കാനാണ് ഇന്ന് 2 കേരളങ്ങളുടെയും RSSന്റെ സംഘടനാ ദൃഷ്ടിയിലുള്ള ഉത്തര കേരളത്തിൻ്റെയും ദക്ഷിണ കേരളത്തിൻ്റെയും പ്രാന്തകാര്യവാഹന്മാർ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നത്. ഈ സാഹചര്യത്തിലാണ് ഈ തീരുമാനങ്ങൾ, ഒപ്പം തന്നെ ഇനി ഈ സംഘത്തിൻ്റെ ശതാബ്ദി വർഷമാണ് ഈ 2025 മുതൽ ആഘോഷിച്ചു വരുന്നത്. 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയാണ് ഈ ശതാബ്ദി വർഷത്തെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഈ സമയത്ത് കേരളത്തിലടക്കം സംഘടിപ്പിച്ചു വരുന്ന പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളായിരുന്നു ഏതായാലും നേരത്തെ ഇവർ മാധ്യമങ്ങളെ കണ്ട സമയത്ത് വിശദീകരിച്ചിരുന്നത്. നഗരതലങ്ങളിൽ ഒപ്പം നഗർഗണ്ഡ് തലങ്ങളിൽ ഈ വർഷത്തെ വിജയദശമി പരിപാടി നടക്കും എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം അറിയിച്ചത്. വിജയദശമി മുതലാണ് ഈ സംഘത്തിൻ്റെ ശതാബ്ദി വർഷങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അതിൻ്റെ ആദ്യ പരിപാടി എന്ന രീതിയിൽ ഈ വിജയദശമി ആഘോഷം പ്രവർത്തകർ, സ്വയംസേവകരായിട്ടുള്ള പ്രവർത്തകർ പൂർണ്ണ ഗണവേഷത്തിൽ പങ്കെടുക്കുന്ന വിജയദശമി പരിപാടികൾ അത് ഗണ്ഡ് നഗരതലങ്ങളിൽ സംഘടിപ്പിക്കും. പിന്നീട് മണ്ഡല തലങ്ങളിൽ വിപുലമായിട്ടുള്ള ജനസമ്പർക്ക പരിപാടികൾ സംഘടിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയുണ്ടായിരുന്നു. ഇത് നവംബർ മാസത്തോടു കൂടിയായിരിക്കും ആരംഭിക്കുക. ഇതോടൊപ്പം തന്നെ ഹിന്ദു സമ്മേളനങ്ങളും മണ്ഡല തലങ്ങളിൽ സംഘടിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ പരിപാടികളാണ് ഈ സംഘത്തിൻ്റെ ശതാബ്ദി വർഷത്തോടനുബന്ധിച്ച് നടത്തി വരുന്നത്. അത് 2026 വരെ ഈ പ്രവർത്തനങ്ങൾ തുടരും. ഒപ്പം തന്നെ ഈ അഖില ഭാരതീയ പ്രതിനിധി സഭ അവസാനിക്കുന്ന സമയത്ത് ഈ പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ച റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. രാജ്യത്തൊട്ടാകെ തന്നെ ശാഖകളുടെ എണ്ണത്തിൽ വലിയ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. അതേസമയത്ത് തന്നെ 2 കേരളത്തിലും, അതായത് ഉത്തര കേരളത്തിലും ദക്ഷിണ കേരളത്തിലുമായിട്ടും വലിയ രീതിയിൽ തന്നെ ശാഖാ പ്രവർത്തനങ്ങളിൽ ഒരു വർധനമുണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. അനിൽ നമ്പ്യാർ. കേരളത്തിലെ മണ്ഡല കേന്ദ്രങ്ങളിലും പ്രാദേശികമായും വിപുലമായ ഹിന്ദു സമ്മേളനങ്ങൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങി RSS. ശതാബ്ദി വർഷത്തിൽ കേരളത്തിൽ 2026 വിജയദശമി വരെ നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് RSS ഉത്തര കേരള പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, ദക്ഷിണ കേരള പ്രാന്ത സഹകാര്യവാഹ് KB ശ്രീകുമാർ എന്നിവ കൊച്ചി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കിരണാണ് വിവരങ്ങൾ നൽകിയത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ കൂടുതൽ സഹായവുമായി കേന്ദ്ര സർക്കാർ. ദുരന്തങ്ങൾക്കിരയാവുന്നവർക്ക് സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കാനാണ് സഹായം. 28 കോടി രൂപ ഇതിന് മാത്രം അനുവദിച്ചു. നിർമ്മിക്കുന്നത് 8 അത്യാധുനിക സംരക്ഷണ കേന്ദ്രങ്ങൾ. വയനാട് ഉൾപ്പെടെ സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സംസ്ഥാനത്ത് പ്രകൃതി ദുരന്തങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. ഓക്കിയും 2018 പ്രളയവും തുടങ്ങി വയനാട് ദുരന്തം വരെ എത്തി നിൽക്കുന്നു കേരളത്തെ കണ്ണീരിലാഴ്ത്തിയ ദുരന്തങ്ങൾ. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ സംസ്ഥാനത്തെ സംവിധാനങ്ങൾ പരിമിതമാണെന്ന് പലതവണ തെളിഞ്ഞിരുന്നു.
ഈ സാഹചര്യത്തിലാണ് കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ നേരിടുന്നതിനുള്ള സംവിധാനങ്ങൾ കേന്ദ്ര സർക്കാർ കൂടുതൽ ശക്തമാക്കുന്നത്. വയനാട് ദുരന്തമുണ്ടായപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ ആദ്യഘട്ടത്തിൽ വെല്ലുവിളി നേരിട്ടിരുന്നു. ഫയർ സ്റ്റേഷനുകൾ ആവശ്യത്തിന് ജില്ലയിൽ ഇല്ലാത്തതായിരുന്നു പ്രധാന പ്രശ്നം. ഇത് പരിഹരിക്കാൻ വയനാട് 3 ഫയർ സ്റ്റേഷനുകൾ തുടങ്ങാൻ കേന്ദ്ര സർക്കാർ പണം അനുവദിച്ചിരുന്നു. 21 കോടിയാണ് അനുവദിച്ചിരുന്നത്. ഇതിന് പിന്നാലെയാണ് സംരക്ഷണ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനും പണം അനുവദിച്ചത്. 28 കോടി രൂപയാണ് 8 സംരക്ഷണ കേന്ദ്രങ്ങൾ തുടങ്ങാൻ അനുവദിച്ചത്. ദുരന്തങ്ങൾക്ക് ഇരയാവുന്നവർക്കായി അത്യാധുനിക സംരക്ഷണ കേന്ദ്രങ്ങൾ വയനാട് ഉൾപ്പെടെ നിർമ്മിക്കും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ തുക കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ ഇതിനെക്കുറിച്ച് പതിവ് പോലെ മൗനം പാലിക്കുകയാണ്. ആർ രാജീവ്, ജനം, തിരുവനന്തപുരം. അതിർത്തി തർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ചൈനയുമായി ഘട്ടം ഘട്ടമായി ചർച്ചകൾ പുനരാരംഭിക്കാൻ തീരുമാനം. ബീജിംഗിൽ ഇരു രാജ്യങ്ങളും നടത്തിയ നയതന്ത്ര ചർച്ചയിലാണ് ധാരണ. നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിൽ ഉൾപ്പെടെ വൈകാതെ തീരുമാനമെടുക്കും. ഗാസയിൽ ഹമാസിനെതിരായ പ്രതിഷേധം തുടരുന്നു. ഗാസ സിറ്റിയിലും ബെയ്ത്ത് ലാഹിയയിലും പ്രതിഷേധം ശക്തമായി. അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേലിന് നേരെ നടന്ന റോക്കറ്റ് ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം പലസ്തീൻ ജിഹാദികൾ ഏറ്റെടുത്തു. ദിവസം മുൻപാണ് ഇസ്രായേലിലേക്ക് ശക്തമായ റോക്കറ്റ് ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിന് പിന്നിൽ പലസ്തീൻ ജിഹാദ് എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. ഇന്നലെ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം പലസ്തീൻ ജിഹാദ് ഏറ്റെടുക്കുകയും ചെയ്തു. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് ഗാസയിൽ ശക്തമായ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. ഗാസയിലെ ജനങ്ങൾ ഹമാസിന്റെ പതനം ആഗ്രഹിക്കുന്നതായി എഴുതിയ ബാനറുകളുമായാണ് പ്രതിഷേധം. തങ്ങളുടെ വീടുകൾ ഹമാസ് ഉണ്ടാക്കിയ യുദ്ധം കാരണം തകർന്നു, കുട്ടികൾ കൊല്ലപ്പെട്ടു, ഹമാസിന്റെ യുദ്ധക്കൊതി അവസാനിപ്പിക്കണമെന്നും ഗാസയിലെ ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ശക്തമായ പ്രത്യാക്രമണം റോക്കറ്റ് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ വൻതോതിൽ ഗാസയിലെ സാധാരണക്കാർക്ക് നാശനഷ്ടങ്ങളുണ്ടായി. തുടർന്നാണ് പ്രതിഷേധം അരങ്ങേറിയത്. ഹമാസ് തങ്ങളുടെ രാജ്യം വിട്ടു പോകണമെന്ന ആവശ്യമാണ് ഗാസയിലെ ജനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബന്ദികളുടെ മോചനം നടക്കാത്തത് ഇസ്രായേലിനെ കടുത്ത നടപടിക്ക് പ്രേരിപ്പിക്കുന്നു. ഗാസയിലെ ജനങ്ങൾ തന്നെ തങ്ങൾക്കെതിരെ തിരിയുന്ന സാഹചര്യം വലിയ വെല്ലുവിളിയാണ് ഹമാസിന് സൃഷ്ടിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ബംഗ്ലാദേശ് വിമോചന പോരാട്ടത്തിൽ ഭാരതത്തിൻ്റെ പങ്ക് ബംഗ്ലാദേശ് ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബംഗ്ലാദേശ് ദേശീയ ദിനത്തോടനുബന്ധിച്ച് മുഹമ്മദ് യൂനിസിന് അയച്ച കത്തിലാണ് പ്രധാനമന്ത്രി ചരിത്രം ഓർമ്മപ്പെടുത്തിയത്. വിമോചന സമരകാലത്തെ ആവേശമാണ് ഇരു രാജ്യങ്ങളുടെയും നയതന്ത്ര ബന്ധത്തിൽ മാർഗദീപം. സമാധാനവും സുസ്ഥിരതയും അഭിവൃദ്ധിയും ലക്ഷ്യമിട്ടുള്ള പങ്കാളിത്തത്തിന് ഭാരതം ഇപ്പോഴും പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. ഹിന്ദു സംസ്കാരത്തിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൻ്റെ പൂർത്തീകരണമാണ് സംഘത്തിൻ്റെ ലക്ഷ്യമെന്ന് പ്രജ്ഞാപ്രവാഹ് അഖില ഭാരതീയ സംയോജക് ജെ നന്ദകുമാർ. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 10,000-ലധികം ശാഖകൾ വർദ്ധിച്ചതായും നന്ദകുമാർ ഡൽഹിയിൽ പറഞ്ഞു. ബംഗളൂരുവിൽ ചേർന്ന RSS അഖില ഭാരതീയ പ്രതിനിധി സഭ ശതാബ്ദി പൂർത്തീകരണ വർഷത്തിലെ പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കിയിരുന്നു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വരുന്ന വിജയദശമി ദിനത്തിൽ തുടക്കമാകും. ഭാരതത്തിലെ എല്ലാ ഭവനങ്ങളും സംഘത്തിൻ്റെ ആശയവുമായി പ്രവർത്തകന്മാർ സമ്പർക്കം നടത്താൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. നാളിതുവരെയുള്ള സമ്പർക്കങ്ങളുടെ ചരിത്രത്തിൽ രാമജന്മഭൂമിക്ക് വേണ്ടിയിട്ടുള്ള സമ്പർക്കമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്, ഏറ്റവും കൂടുതൽ സ്ഥലത്തേക്ക് എത്തിയത്. ഇത്തവണത്തെ സംഘം 100-ാം വർഷത്തോടനുബന്ധിച്ചുള്ള സമ്പർക്കത്തിൽ 100% ഗ്രാമങ്ങളും 100% വീടുകളും 100% വ്യക്തികളിലേക്കുമാണ് പ്രവർത്തകർ പോകാൻ പോകുന്നു. അതിനുവേണ്ടി മാത്രമായി ആയിരക്കണക്കിന് പ്രവർത്തകന്മാർ പൂർണ്ണസമയ പ്രവർത്തകന്മാരായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ അല്ലാത്ത പ്രാദേശിക പ്രവർത്തകന്മാരും ചേർന്ന് ആ പ്രവർത്തനത്തിൽ ഏർപ്പെടും. ആ സമ്പർക്ക പരിപാടിയിലായാലും ഹിന്ദു സമ്മേളനത്തിലായാലും ഒക്കെ സംഘ കുടുംബം മൊത്തത്തിൽ രംഗത്ത് ഇറങ്ങുകയാണ്. സ്വയം സേവകരെന്ന നിലയിൽ, സേവികമാരെന്ന നിലയിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ സർവ്വ ആളുകളും ഒരുമിച്ചിറങ്ങി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സംഘം ജൂബിലികൾ ആഘോഷിക്കാറില്ല, മറിച്ച് ശതാബ്ദി വർഷം ആത്മ അവലോകനത്തിന്റെ ഘട്ടമായാണ് കാണുന്നതെന്നും ജെ നന്ദകുമാർ ചൂണ്ടിക്കാട്ടി. സംഘം ഒരു ജൂബിലികളും ആഘോഷിക്കാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സംഘത്തിൻ്റെ 100-ാം വർഷം സംഘത്തിനൊരു ആഘോഷ വിഷയമല്ല. അതിൽ ഉപരിയായി
ഒരർത്ഥത്തിലുള്ള ഒരു ആത്മാവലോകനം. ഇത്രയും കാലത്തെ പ്രവർത്തനത്തിലൂടെ നമുക്ക് എവിടെയാണ് എത്തിച്ചേരാൻ കഴിഞ്ഞത്, എത്ര പുരോഗമിക്കാൻ കഴിഞ്ഞു, ഏതെല്ലാം മേഖലകളിലാണ് ഇനിയും എത്തിപ്പെടേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായി ചിന്തിക്കുന്ന ഒരു അവസരമാണ്. ഒപ്പം സംഘം മുന്നോട്ട് വയ്ക്കുന്ന ആ ആശയത്തിൻ്റെ ഏറ്റവും പെട്ടെന്നുള്ള നടപ്പിലാക്കലിന് വേണ്ടിയിട്ട് ഇനി എന്തെല്ലാം ചുവടുകൾ വയ്ക്കണം, അങ്ങനെ ഉള്ള ഒരു ചിന്തയുടെ കാലഘട്ടമായിട്ടാണ് ഈ വിജയദശമി മുതൽ അടുത്ത വിജയദശമി വരെയുള്ള കാലയളവിനെ സംഘം കാണുന്നു. അതിർത്തി പ്രദേശങ്ങളിൽ സംഘത്തിന്റെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും. മണിപ്പൂർ ഉൾപ്പെടെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ശാഖകളുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടാകുന്നതായും ജയനന്ദകുമാർ ഓർമ്മപ്പെടുത്തി. സംഘപ്രവർത്തനം എത്താത്ത മേഖലകൾ ചില ഏരിയ ഉണ്ടായിരുന്നു, നോ മാൻസ് ലാൻഡ്. അതിലൊന്നാണ് ഈ അതിർത്തി പ്രദേശം, മറ്റ് രാഷ്ട്രവുമായിട്ടുള്ള അതിർത്തിയും ഒപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ തന്നെ രണ്ട് സംസ്ഥാനങ്ങളുടെ ഇടയിലുള്ള അതിര് ആരുടേതാണെന്നുള്ള ഒരു നോട്ടത്തിൻ്റെ പ്രശ്നത്തിൽ എത്തിപ്പെടാൻ കാടുകൾ കാരണം, മലകൾ കാരണം എത്തിപ്പെടാത്ത മേഖലകളുണ്ടായിരുന്നു. അങ്ങനെ നാളിതുവരെ എത്താത്ത സ്ഥലങ്ങളിൽ കൂടി എത്തിപ്പെടുക, സർവസ്പർശിയാക്കുക സംഘപ്രവർത്തനം. ജനം, ഡൽഹി. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ കേരളത്തിന് വേണ്ടി സ്വർണം നേടിയ ജോബി മാത്യുവിനെ ആദരിച്ച് പ്രജ്ഞാപ്ര. ഡൽഹിയിൽ RSS കാര്യാലയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ വിവിധ മലയാളി സംഘടനാ പ്രതിനിധികളും പങ്കെടുത്തു. അംഗീകാരങ്ങൾ മുമ്പോട്ട് പോകാനുള്ള ഊർജ്ജമാണെന്നും ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മെഡലാണ് അടുത്ത ലക്ഷ്യമെന്നും ജോബി മാത്യു പറഞ്ഞു. ശരീരത്തിന്റെ പരിമിതികളെ ആത്മവിശ്വാസം കൊണ്ട് മറികടന്ന കായിക മേഖലയിൽ നിരവധി നേട്ടങ്ങൾ കരസ്ഥമാക്കിയ ജോബി മാത്യു പുതിയൊരു ചരിത്രം കൂടി രചിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ വെച്ച് നടന്ന ഖേലോ ഇന്ത്യ പാരാ പവർ ലിഫ്റ്റിംഗിൽ സ്വർണ്ണ തിളക്കമാണ് ജോബി നേടിയത്. 65 കിലോ വിഭാഗത്തിൽ 148 കിലോ ഭാരമുയർത്തി സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയ ജോബിയെ പ്രജ്ഞാപ്രവാഹിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ഡൽഹിയിൽ RSS കാര്യാലയമായ കേശവ് കുഞ്ചിൽ നടന്ന ചടങ്ങിൽ മലയാളി സംഘടനാ പ്രതിനിധികളും വിദ്യാർത്ഥികളും പങ്കെടുത്തു. പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജയനന്ദകുമാർ ജോബിയെ ആദരിച്ചു. आर्मी पर्सनल्स का जो respect ये सब देने का विषय उन्होंने सिखाया. And this time they were here in Delhi for the last 3-4 days. National sports championship was going on, especially para, and he won first in the heavy weightlifting. അംഗീകാരങ്ങൾ മുൻപോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജമാണെന്നും ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സ് മെഡലാണ് അടുത്ത ലക്ഷ്യമെന്നും ജോബി മാത്യു പറഞ്ഞു. ഇങ്ങനെ ഒരു സ്വീകരണം ഡൽഹിയിൽ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അപ്പം പ്രത്യേകിച്ച് നന്ദേട്ടനോട് എനിക്ക് വളരെയധികം സന്തോഷം. നന്ദേട്ടൻ എന്നെ വിളിച്ചു ഇവിടെ വന്ന്. തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന അംഗീകാരങ്ങളാണല്ലോ ഏറ്റവും വലുത്. നമ്മൾ രാജ്യത്തിന് വേണ്ടിയും സംസ്ഥാനത്തിന് വേണ്ടിയിട്ടുമൊക്കെ അച്ചീവ് ചെയ്യുമ്പം നമ്മൾക്ക് കിട്ടുന്ന, ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ അധികാരികളിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലുത്. ലോസ് ഏഞ്ചൽസ് ഒളിമ്പിക്സിലേക്ക് 2028 പാരാ ഒളിമ്പിക്സിലേക്കുള്ള എൻട്രിയാണ്, പാത്വേയാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഉറപ്പായിട്ടും പങ്കെടുക്കുകയും രാജ്യത്തിനു വേണ്ടി മെഡൽ നേടുകയും ചെയ്യണം. പഞ്ചഗുസ്തി, പവർ ലിഫ്റ്റിംഗ്, ഡിസ്കസ് ത്രോ തുടങ്ങി വിവിധ ഇനങ്ങളിൽ ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ നിരവധി മെഡലുകൾ ജോബി കരസ്ഥമാക്കിയിട്ടുണ്ട്. ജനം, ഡൽഹി. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനെതിരെ വീണ്ടും വിമർശനവുമായി അണ്ണാമലൈ. ഭരണഘടനയുടെയും ഫെഡറൽ സംവിധാനത്തിൻ്റെയും സംരക്ഷകനായി വേഷമിട്ട ആളാണ് സ്റ്റാലിൻ എന്ന് അണ്ണാമലൈ കുറ്റപ്പെടുത്തി. അതിനിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്താൻ അണ്ണാമലൈ ഡൽഹിയിലെത്തി. പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായ ത്രിഭാഷാ നയത്തെ കണ്ണടച്ചെതിർക്കുകയും തമിഴ് വാദമുന്നയിച്ച് നിരന്തരം വിവാദമുണ്ടാക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് തമിഴ്നാട് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ K. അണ്ണാമലൈ വീണ്ടും പ്രതികരണം നടത്തിയത്. MK സ്റ്റാലിൻ ഭരണഘടനയുടെ സംരക്ഷകനായി വേഷം കെട്ടിയ തട്ടിപ്പുകാരനാണെന്ന് അണ്ണാമലൈ തുറന്നടിച്ചു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന്റെ സ്വകാര്യ സ്കൂളുകളിൽ 3 ഭാഷ മാത്രമല്ല അതിൽ കൂടുതൽ ഭാഷകൾ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ സാധാരണക്കാരായ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ തമിഴ് മാത്രം മതിയെന്ന തീരുമാനം വഞ്ചനയാണെന്നും അണ്ണാമലൈ എക്സിൽ കുറിച്ചു. സ്റ്റാലിൻ തമിഴ് ജനതയെ ഒന്നടങ്കം പറ്റിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സംസ്ഥാനത്തെ ഭരണപരാജയം മറച്ചുവെക്കാനാണ് സ്റ്റാലിനും DMKയും അനാവശ്യ തമിഴ് വിവാദമുണ്ടാക്കുന്നതെന്ന് തമിഴ്സൈ സൗന്ദരരാജൻ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾ വിമർശിച്ചിരുന്നു. സിനിമകൾ ഹിന്ദിയിലേക്ക് മൊഴിമാറ്റി പണമുണ്ടാക്കുന്നതിന് അനുവാദം നൽകുന്ന DMKയുടെ ഹിന്ദി വിരോധവും തമിഴ് സ്നേഹവും കപടമാണെന്ന് ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാണം ചൂണ്ടിക്കാട്ടിയിരുന്നു. ജനം, ഡൽഹി.
അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് 25% അധിക നികുതി ചുമത്തി ട്രംപ്. ഏപ്രിൽ 2 മുതലാണ് അധിക നികുതി നടപ്പിലാക്കുക. കാർ പാർട്സ് ഇറക്കുമതിക്കും 25% നികുതി ഏർപ്പെടുത്തി. മെക്സിക്കോയിൽ നിന്നാണ് പ്രധാനമായും അമേരിക്കയിലേക്ക് കാർ ഇറക്കുമതി നടക്കുന്നത്. ഏപ്രിൽ 2-ാം തീയതി പുതിയ നിരക്കുകൾ നിലവിൽ വരുമെന്നാണ് ട്രംപ് അറിയിക്കുന്നത്. ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്ക് 25% ചുമത്തിയിരിക്കുന്ന അധിക നികുതി. മോസ്കോയിൽ നിന്നാണ് പ്രധാനമായും കാറുകൾ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. അമേരിക്കയിൽ നിർമ്മിച്ച കാറുകളുടെ വായ്പകൾക്ക് മാത്രമേ ആദായ നികുതി ഇളവുകൾ തുടർന്നും ലഭ്യമാകൂ എന്ന് ട്രംപ് അറിയിച്ചു. You're allowed to deduct interest payments for purposes of income tax, but only if the car is made in America. So if the car is made in America, you get a loan, you can deduct the interest. That's a big saving. A lot of people in that part of the world, in terms of buying cars, a lot of them don't think in terms of deductions. People that think in terms of deductions are very wealthy people, but people are going to start understanding what a good deduction is all about. So when you get a loan to buy a car, and I think it's going to pay for itself. I don't think there's any cost. I think you're going to have so many cars built. But you're only going to get that deduction of interest if the car is made in the United States of America. So I'm going to sign this. And Mike, I hope you can get that because I think it's going to be amazing in terms of the number of cars that are going to be made because of it. And I want to thank Howard Lutnick. കാർ സ്പെയർ പാർട്സുകൾക്കും നികുതി ഏർപ്പെടുത്താനാണ് തീരുമാനം. മെയ് മാസം അല്ലെങ്കിൽ തൊട്ടടുത്ത മാസം സ്പെയർ പാർട്സുകൾക്കും 25% അധിക താരിഫ് ഏർപ്പെടുത്തും. പുതിയ താരിഫുകൾ ചുമത്തുന്നതിൽ ഒരു കാലത്തും മാറ്റമുണ്ടാകില്ലെന്നും ട്രംപ് പറഞ്ഞു. 80 ലക്ഷം കാറുകളാണ് വർഷം തോറും അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ജനം. കൂടുതൽ വാർത്തകളിലേക്ക് പോകുന്നു. വീട്ടിലെ പ്രസവങ്ങൾക്ക് പ്രോത്സാഹനം ലഭിക്കുന്നുവെന്ന ജനം TV വാർത്തയ്ക്ക് പിന്നാലെ ഇടപെടലുമായി വിവിധ വകുപ്പുകൾ. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്താൻ സ്പെഷ്യൽ ബ്രാഞ്ച് വിവിധ ഇടങ്ങളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചു. വീട്ടിലെ പ്രസവം വർദ്ധിക്കുന്ന സാഹചര്യവും അത്തരക്കാർക്ക് അവാർഡ് വിതരണം നടത്തുന്നതിന്റെയും ദൃശ്യങ്ങളടക്കം ജനം ടിവിയാണ് വാർത്ത പുറത്തുവിട്ടത്. ഈ വാർത്തയ്ക്ക് പിന്നാലെയാണ് വിഷയത്തിൽ ആരോഗ്യവകുപ്പിന്റെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും ഇടപെടൽ ഉണ്ടാകുന്നത്. ഇത്തരക്കാർക്ക് ബോധവൽക്കരണം നൽകുമെന്നും സ്കൂൾ തലത്തിൽ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഹെൽത്ത് അഡീഷണൽ ഡയറക്ടർ ജനം ടിവിയോട് പ്രതികരിച്ചത്. അത് ആരോഗ്യവകുപ്പ് മാത്രം നിർബന്ധിച്ചുകൊണ്ട് അത് നിർത്തലാക്കാനായിട്ട് നമുക്ക് കഴിയില്ല. പക്ഷെ നമ്മൾ അതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കർശനമായ ബോധവൽക്കരണങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ സഹായങ്ങളും നമ്മൾ ഇതിനു വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. വുമൺ ആൻഡ് ചൈൽഡ് ഡിപ്പാർട്ട്മെന്റിന്റെയും എല്ലാം സഹകരണത്തോടുകൂടി മാക്സിമം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. വീട്ടിലെ പ്രസവങ്ങൾ ഏറ്റവും അധികം നടക്കുന്ന ജില്ല മലപ്പുറമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുമാണ് ഉദ്യോഗസ്ഥരുടെ നീക്കം. അതേസമയം ചില മുസ്ലിം സംഘടനകളാണ് ഇത്തരം പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ശരീഅത്ത് നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തിന്റെ ആദ്യപടിയാണ് ഇത്തരം ആശയം മുന്നോട്ട് വെക്കുന്നതിലൂടെ സംഘടനകൾ ലക്ഷ്യം വെക്കുന്നതെന്നാണ് വിലയിരുത്തൽ. വീട്ടിൽ പ്രസവിച്ച സ്ത്രീകൾക്ക് അവാർഡ് വിതരണം നടത്തിയ അക്കുഷ് എന്ന സംഘടനയുടെ ലക്ഷ്യവും സംഘടനയ്ക്ക് ഫണ്ട് വിതരണം നടത്തുന്നത് ആരാണ് എന്നതിനെക്കുറിച്ചും സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം നടത്തുന്നുണ്ട്. വിവിധ ഇടങ്ങളിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് വിവരങ്ങളും ശേഖരിച്ചു. ജനം, കോഴിക്കോട്. ഇതര സംസ്ഥാന മുസ്ലിങ്ങൾക്കായുള്ള കൂട്ടായ്മകൾ സംസ്ഥാനത്ത് വ്യാപകമാകുന്നു. ബംഗ്ലാദേശികൾ അടക്കമുള്ളവർ കൂട്ടായ്മയിൽ സജീവമാണെന്നാണ് വിവരം. തീവ്ര ഇസ്ലാമിക് സലഫി പ്രസ്ഥാനമായ വിസ്ഡമാണ് ഇതിന് പിന്നിൽ. തൃശൂർ, കൊല്ലം, കണ്ണൂർ, കോഴിക്കോട് അടക്കം വിവിധ ജില്ലകളിൽ ഇതിനോടകം കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഭീകരവാദ കേസുകളിൽ കേരളത്തിൽ നിന്ന് ബംഗ്ലാദേശികളെ പിടികൂടുന്നതിനിടെയാണ് ഇത്തരം കൂട്ടായ്മകൾ എന്നതും ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയതിൽ നിലപാട് ആവർത്തിച്ച് സമസ്ത. താൻ പറഞ്ഞത് ഇസ്ലാം മത നിലപാടെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞു. മോഹൻലാൽ വഴിപാട് നടത്തിയത് മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരമെങ്കിൽ അത് ഇസ്ലാം മതവിശ്വാസത്തിന് എതിരാണെന്നായിരുന്നു നേരത്തെ നാസർ ഫൈസി കൂടത്തായി പറഞ്ഞത്. പരാമർശം വിവാദമായപ്പോഴും മുസ്ലിം എന്ന നിലയിൽ നിലപാട് പറയുകയായിരുന്നു താനെന്ന ന്യായീകരണമാണ് നാസർ ഫൈസി കൂടത്തായി നിരത്തുന്നത്. മീനമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നപ്പോഴാണ് മോഹൻലാൽ ദർശനം നടത്തുകയും മമ്മൂട്ടിയുടെ പേരിൽ വഴിപാട് കഴിപ്പിക്കുകയും ചെയ്തത്. ഉഷപൂജ വഴിപാടാണ് മോഹൻലാൽ നടത്തിയത്. അതിനെ തുടർന്ന് മമ്മൂട്ടിക്കെതിരെ വിമർശനങ്ങളുമായി തീവ്ര മുസ്ലിം സംഘടനാ നേതാക്കൾ രംഗത്തെത്തി.
മമ്മൂട്ടിയുടെ അറിവോടെയാണ് മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തൗബ ചെയ്യണമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി സഹയാത്രികനായ ഒ അബ്ദുള്ള പറഞ്ഞത്. മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണമെന്നും ഒ അബ്ദുള്ള ഫേസ്ബുക്കിൽ കൂടി വിമർശനം ഉന്നയിച്ചു. സംഭവ വിവാദമായതോടെ അദ്ദേഹം പോസ്റ്റ് പിൻവലിച്ചെങ്കിലും വിഷയത്തിൽ മതവിധി പറയുന്നത് തുടരുകയാണ് മുസ്ലിം സംഘടനാ നേതാക്കൾ. സമസ്ത നേതാവ് നാസർ ഫൈസി കൂടത്തായാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. മമ്മൂട്ടി അറിഞ്ഞാണ് മോഹൻലാൽ വഴിപാട് നടത്തിയതെങ്കിൽ അത് വിമർശനാത്മകവും പ്രതിഷേധാർഹവുമാണെന്നും മതപരമായി പരിഹാരം കാണേണ്ടതാണെന്നും നേരത്തെ ഒരു മാധ്യമത്തോട് നാസർ ഫൈസി കൂടത്തായി പറഞ്ഞിരുന്നു. അതും സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വിമർശിക്കപ്പെട്ടു. പിന്നാലെയാണ് കൂടുതൽ വിശദീകരണവുമായി നാസർ ഫൈസി ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത്. മറ്റു മതവിശ്വാസപ്രകാരം വഴിപാട് നടത്തുന്നതിന് ഒരു മുസ്ലിം തന്റെ വിശ്വാസപ്രകാരം നിർദ്ദേശിച്ചാൽ അതിലെ ഇസ്ലാം നിലപാട് പറയുക സ്വാഭാവികമാണെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ്. അതായത് ഇസ്ലാം വിശ്വാസിയായ ഒരാൾ മറ്റൊരു മതവിശ്വാസത്തിന്റെയും ഭാഗമാകാൻ പാടില്ല എന്നാണ് സമസ്ത നേതാവ് പറയുന്നത്. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ഇതും വലിയ തോതിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. ജനം, കോഴിക്കോട്. ശബരിമലയിലെ വഴിപാട് ഇസ്ലാമിക മതനിയമപ്രകാരം അനുവദനീയമല്ലാത്ത കാര്യമാണെന്ന് ഒ അബ്ദുള്ള. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സൗഹൃദത്തിൻ്റെ ആഴമല്ല വിഷയം. സ്നേഹബന്ധങ്ങളല്ല, മതവിശ്വാസങ്ങൾക്കാണ് പ്രാധാന്യം. മറ്റ് പല പാവങ്ങളെക്കാളും വലുതാണ് ശബരിമല വഴിപാട്. 99 പേരെ കൊന്നാലും ദൈവം മാപ്പ് തരും, ഇതിൽ മാപ്പ് തരില്ലെന്നും ഒ അബ്ദുള്ള വിവാദത്തിൽ ജനം TV ചർച്ചയിൽ പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. അതായത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഊഷ്മളത എത്രത്തോളം എന്നതല്ല വിഷയം. മതപരമായ, പ്രത്യേകിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഒരു നിലക്കും അനുവദനീയമല്ലാത്ത ഒരു കാര്യം ചെയ്താൽ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം എത്രത്തോളമായാലും അത് അപരപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ബന്ധങ്ങളോ സ്നേഹങ്ങളോ അല്ല. ഈ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട തൗഹീദ് എന്ന് പറയും, ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു നടപടിയും ആരുടെ ഭാഗത്തിരുന്നാലും അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അത് മാന്യമായ ഭാഷയിലാണ് ശബരിമല ശാസ്താവിന് വേണ്ടി ഒന്നും സമർപ്പിക്കാൻ പാടില്ല. അത് ദൈവത്തിന്റെ കഴിവിൽ പങ്കുചേർക്കല. അത് ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കില്ല. മറ്റെന്ത് പാപങ്ങൾ ചെയ്താൽ 99 ആളെ കൊന്നു, പക്ഷേ നിങ്ങൾ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ദൈവത്തിന്റെ ഭാഗത്ത് മാപ്പ് കിട്ടും, പക്ഷെ ഇതിന് മാപ്പ് കിട്ടൂല. ഇതാണ് ഇസ്ലാമിക വിശ്വാസം. ആ വിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ശ്രീ ഒ അബ്ദുള്ളയ്ക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കണം എന്ന് ആവശ്യപ്പെട്ട് ഞാൻ ഇവിടെ പഴവങ്ങാടി ക്ഷേത്രത്തിൽ ഒരു കരിക്കുടച്ചാൽ അത് തെറ്റാകുമോ ശ്രീ ഒ അബ്ദുള്ള? തീർച്ചയായും. അതായത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള സ്നേഹത്തിന്റെ ഊഷ്മളത എത്രത്തോളം എന്നതല്ല വിഷയം. മതപരമായ, പ്രത്യേകിച്ച് ഇസ്ലാമികമായ കാഴ്ചപ്പാടിൽ ഒരു നിലക്കും അനുവദനീയമല്ലാത്ത ഒരു കാര്യം ചെയ്താൽ നമ്മളൊക്കെ തമ്മിലുള്ള ബന്ധം എത്രത്തോളമായാലും അത് അപരപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. ഇവിടെ ബന്ധങ്ങളോ സ്നേഹങ്ങളോ അല്ല. ഈ ദൈവത്തിന് മാത്രം അവകാശപ്പെട്ട തൗഹീദ് എന്ന് പറയും, ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായ ഒരു നടപടിയും ആരുടെ ഭാഗത്തിരുന്നാലും അത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ പറ്റില്ല. അത് മാന്യമായ ഭാഷയിലാണ് ശബരിമല ശാസ്താവിന് വേണ്ടി ഒന്നും സമർപ്പിക്കാൻ പാടില്ല. അത് ദൈവത്തിന്റെ കഴിവിൽ പങ്കുചേർക്കല. അത് ഒരിക്കലും തന്നെ ഇസ്ലാം അനുവദിക്കില്ല. മറ്റെന്ത് പാപങ്ങൾ ചെയ്താൽ 99 ആളെ കൊന്നു, പക്ഷേ നിങ്ങൾ ഈ വിശ്വാസം മുറുകെ പിടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ദൈവത്തിന്റെ ഭാഗത്ത് മാപ്പ് കിട്ടും, പക്ഷെ ഇതിന് മാപ്പ് കിട്ടൂല. ഇതാണ് ഇസ്ലാമിക വിശ്വാസം. ആ വിശ്വാസത്തെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ കേന്ദ്ര സർക്കാരുമായി യോജിച്ചു പോകാൻ ധനവകുപ്പിന്റെ നീക്കം. കേന്ദ്രവുമായി ഭരണപരമായ കാര്യങ്ങളിൽ നയപരമായാണ് മുന്നോട്ട് പോകുന്നതെന്ന ധനമന്ത്രി KN ബാലഗോപാലിന്റെ വാക്കുകൾ ഇതിന്റെ ഭാഗമാണ്. വീണ്ടും കേന്ദ്ര സഹായം ലഭിച്ചതാണ് ധനവകുപ്പിന് ഇപ്പോൾ ആശ്വാസമായത്. അല്ലാതെ മാർച്ച് എന്ന് പറയുന്നതാണ് ഏതൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും ധനകാര്യ വകുപ്പിനെ സംബന്ധിച്ചും ധനകാര്യ വകുപ്പ് മന്ത്രിമാരെ സംബന്ധിച്ചൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ സമയമാണ്. പക്ഷെ നമുക്ക് കാര്യങ്ങൾ എല്ലാം നടത്തി പോകാൻ പറ്റുമെന്നുള്ള വിശ്വാസമാണുള്ളത്. നന്നായിട്ട് പോകാൻ പറ്റും. എന്നാൽ ധാരാളം പണം ഇനിയും നമുക്ക് അർഹമായത് കിട്ടാനുണ്ടെന്നുള്ള പറഞ്ഞ കാര്യങ്ങൾ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മാർച്ച് മാസത്തിൽ ഏറ്റവും അധികം പേയ്മെൻറ്റ് വരുന്ന മാസമാണ്. അത് മാനേജ് ചെയ്ത് നന്നായിട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം കേന്ദ്ര സർക്കാരുമായി രാഷ്ട്രീയ എതിർപ്പ് മാത്രമേ ഉള്ളൂ എന്ന നിലപാടിലാണ് ധനവകുപ്പ്. ഭരണപരമായി നല്ല ബന്ധമാണ് കേന്ദ്ര സർക്കാരുമായി സംസ്ഥാന സർക്കാരിനുള്ളതെന്ന് ധനവകുപ്പ് മന്ത്രി പറയുന്നത്. സാമ്പത്തിക വർഷം അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കുമെന്നാണ് ധനവകുപ്പിന്റെ വിലയിരുത്തൽ. കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച 12,000 കോടി രൂപ അധിക വായ്പ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം മാർച്ച് മാസത്തിൽ വലിയൊരു ആശ്വാസമാണ്. കൂടാതെ 6,000 കോടി രൂപ അധിക കടമെടുക്കാനും കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട്. വ്യവസ്ഥകൾ പ്രകാരമാണ് അനുമതി നൽകിയതെങ്കിലും ധനവകുപ്പിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ടു പോകാൻ സാധിക്കും. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് ട്രഷറിയിൽ ഓവർ ഡ്രാഫ്റ്റിംഗ് അധികമുണ്ടായിട്ടില്ല. ബില്ലുകൾ മാറുന്നതിന് കടുത്ത നിയന്ത്രണമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം 1 വയസ്സ് കൂട്ടുകയും KSEBിയിലെ നിയന്ത്രണവും പങ്കാളിത്ത പെൻഷന്റെ ഇടപെടലും സംസ്ഥാനത്തിന് സഹായകരമായി എന്നാണ് കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രം നിഷ്കർഷിക്കുന്ന രീതിയിൽ സംസ്ഥാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ സാമ്പത്തിക ഭദ്രത കിട്ടാമെന്ന വിലയിരുത്തലും സർക്കാരിനുണ്ട്. ജനം, തിരുവനന്തപുരം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനധികൃതമായി തട്ടിയെടുത്ത ജീവനക്കാരെ സംരക്ഷിച്ച് സർക്കാർ. അന്വേഷണങ്ങൾ പ്രഹസനമാക്കി കുറ്റക്കാരെ സർവീസിൽ തിരിച്ചെടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മാത്രം 16 പേരെ വകുപ്പിൽ തിരിച്ചെടുത്തിരുന്നു. അർഹതപ്പെട്ടവർക്ക് അവകാശപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത ജീവനക്കാരോടാണ് സർക്കാരിന്റെ മൃദു സമീപനം. വകുപ്പ് തല നടപടിയുടെ ഭാഗമായി സസ്പെൻഷനിലായ ഉദ്യോഗസ്ഥരെ വീണ്ടും സർവീസിലേക്ക് തിരിച്ചെടുക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റവന്യൂ വകുപ്പിൽ നിന്ന് 16 ഉദ്യോഗസ്ഥരെ തിരികെ സർവീസിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഉത്തരവിറങ്ങിയിരുന്നു. തട്ടിയെടുത്ത തുകയുടെ 18% പിഴപ്പലിശ അടക്കം തിരികെ നൽകിക്കൊണ്ടാണ് സർവീസിലേക്ക് പുനർനിയമനം. കുറ്റക്കാർക്കെതിരെ ധനവകുപ്പ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്വേഷണം എങ്ങുമെത്താതെ തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് സർക്കാർ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ചുകൊണ്ടുള്ള സർക്കാരിന്റെ തന്നെ നടപടി. ഗസറ്റഡ് ഉദ്യോഗസ്ഥർ മുതൽ കോളേജ് അധ്യാപകർ ഉൾപ്പെടെ 1458 പേരായിരുന്നു അനധികൃതമായി പെൻഷൻ തുക കൈപ്പറ്റിയത്. ആദ്യഘട്ടത്തിൽ കുറ്റക്കാരുടെ പേര് വിവരങ്ങൾ പോലും പുറത്തുവിടാതെ അവരെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ഇതിലേറിയ പങ്കും CPM അനുകൂല സർവീസ് സംഘടനകളിൽപ്പെട്ടവരായതിനാലാണ് സംരക്ഷണം ഒരുക്കുന്നത് എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്കുള്ള കൈത്താങ്ങായാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ നൽകിയിരുന്നത്. ഇത് അർഹതപ്പെട്ടവരിൽ എത്തുന്നു എന്ന് ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, അനർഹരെ സംരക്ഷിക്കുന്ന നിലപാട് കൂടിയാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ജനം, തിരുവനന്തപുരം. കണ്ണൂർ മാടായി കോളേജ് നിയമന വിവാദം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു. MK രാഘവൻ MP ചെയർമാനായ കോളേജിലെ നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി. നിയമനത്തിൽ പരിഗണിക്കാതെ പോയ കോൺഗ്രസ് പ്രവർത്തകൻ നിതീഷ് TV യാണ് ഹർജി നൽകിയത്. MK രാഘവൻ MPയുടെ ബന്ധുവിൻ്റേതുൾപ്പെടെ 4 നിയമനങ്ങൾ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിയമനം നൽകിയത് നിയമവിരുദ്ധമായാണെന്നും പാലിക്കേണ്ട ചട്ടങ്ങൾ പാലിച്ചില്ലെന്നും ഹർജിയിൽ പറയുന്നു. കോഴ വാങ്ങിയാണ് നിയമനം നടത്തിയതെന്നും ഹർജിയിൽ അന്തിമ തീരുമാനം ഉണ്ടാകും വരെ നിയമനം അംഗീകരിക്കരുത് എന്നും പറയുന്നു. കോളേജിലെ അനധ്യാപക തസ്തികയിൽ കല്യാശ്ശേരിയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിക്കാതിരുന്നതാണ് എതിർപ്പുകൾക്കും പ്രതിഷേധങ്ങൾക്കും കാരണമായത്. MP ബന്ധുവായ CPM അനുഭാവിക്ക് ജോലി നൽകിയത് കൂടുതൽ പ്രകോപനമായി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഉൾപ്പെടെ തടയുകയും പരസ്യമായി കോലം കത്തിക്കുകയും ചെയ്യുന്നതിലേക്കടക്കം പ്രതിഷേധം നീങ്ങിയിരുന്നു. രാഘവനെ തടഞ്ഞ പ്രാദേശിക നേതാക്കൾക്കെതിരെ നടപടിയെടുത്തെങ്കിലും പിന്നീട് KPCC സമിതി നിർദ്ദേശത്തെ തുടർന്ന് അത് പിൻവലിച്ചിരുന്നു. തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് KPCC 3-അംഗ സമിതിയെ നിയോഗിച്ചത്. എന്നാൽ സമിതിയുടെ പ്രവർത്തനത്തിലൂടെയും പ്രശ്നത്തിന് പരിഹാരം കാണാതെ വന്നതോടെയാണ് നിയമ നടപടിയിലേക്ക് നീങ്ങിയത്. ജനം, കണ്ണൂർ. ഉച്ചവാർത്ത ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്തേ.